നുടകൊണ്ട് കെട്ടിപ്പടുത്തുയർത്തിയ ചീട്ടുകൊട്ടാരം ഒറ്റ ദിവസം കൊണ്ട് അടിമുടി പൊളിഞ്ഞിരിക്കുകയാണ്. ചെല്ലാനത്തെ വാഹന പരിശോധനയ്ക്കിടെയുണ്ടായ അപകടത്തിൽ യുവാക്കളുടെ വാദങ്ങൾ തെറ്റെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. പരിക്കേറ്റ് യുവാക്കൾ സഞ്ചരിച്ചത് അമിത വേഗത്തിൽ. ബൈക്കിന് പിറകിൽ കെട്ടിവെച്ച് ആശുപത്രിയിൽ എത്തിച്ചുവെന്ന വാദവും പൊളിയുകയാണ്. യുവാക്കൾ മദ്യപിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന പരിശോധനാ ഫലം പുറത്തുവന്നു. വാഹന പരിശോധനയ്ക്കിടെ അപകടത്തിൽപ്പെട്ട യുവാക്കളെ പോലീസ് ഉപേക്ഷിച്ച് മുങ്ങിയെന്നായിരുന്നു ഇവരുടെ പരാതി. ഫോർട്ട് കൊച്ചിയിൽ ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ആലപ്പുഴ കൊമ്മാടി സ്വദേശികളായ അനിൽ രാജേന്ദ്രനും രാഹുൽ സാബുവും. എറണാകുളം ചെല്ലാനം ഹാർബറിന് സമീപത്ത് വെച്ച് പോലീസ് ബൈക്കിന് കൈ കാണിക്കുന്നു. ഇവിടെ തുടങ്ങുന്നു സംഭവങ്ങളുടെ തുടക്കം. പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇന്നലെ യുവാക്കൾ ഉന്നയിച്ചിരുന്നത്. പരിപാടി കഴിഞ്ഞ് വണ്ടി ഓടിച്ചിട്ട് വരുമായിരുന്നു. ഏതാണ്ട് സമയം ഒരു 1-1.5 മണി അടുത്തോളമായി. പെട്ടെന്നാണ് ഒരു പോലീസുകാരൻ കൈ കാണിച്ച് നമ്മൾ സ്റ്റോ ചെയ്ത് വരികയും പുള്ളി കൈ കയറി പിടിച്ച് വലിച്ചിട്ട് പോകാൻ ചെയ്തത്. ആ ഒരു വീഴ്ചയിൽ തന്നെ പുള്ളിയും മലനടിച്ച് വീണ്. ഞാനും വീണ്, എൻ്റെ കൂട്ടുകാരും വീണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പുള്ളിക്കാരൻ ഒരു കാര്യം ചെയ്ത് ഇതിനെ കൊണ്ടുവച്ചതെന്ന് പറഞ്ഞു. വണ്ടി എടുത്തുകൊണ്ട് പുള്ളി ഒറ്റവിടൽ വിട്ടേച്ച്. നിർത്താനൊരുങ്ങിയ വാഹനം പോലീസ് കടന്നു പിടിച്ചതോടെ മറിഞ്ഞു വീഴുന്നു. ഗുരുതരമായി പരിക്കുപറ്റിയ യുവാവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് തയ്യാറായില്ല. സുഹൃത്തിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് കയ്യിലുണ്ടായിരുന്ന ബെൽറ്റ് പുറത്തുവെച്ച് കെട്ടിവെച്ചുകൊണ്ട്. ഇങ്ങനെ ഗുരുതര ആരോപണങ്ങളാണ് പോലീസിനെതിരെ ഇന്നലെ യുവാക്കൾ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ വാദങ്ങളെല്ലാം കള്ളമെന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും ആശുപത്രി രേഖയുമാണ് പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ബൈക്കെത്തിയത് അമിത വേഗത്തിൽ. തന്റെ ബെൽറ്റ് കൊണ്ട് സുഹൃത്തിനെ കെട്ടിവെച്ചാണ് ആശുപത്രിയിൽ എത്തിക്കുന്നത് എന്ന വാദം തെറ്റ്. ആശുപത്രിയിൽ പറഞ്ഞത് നായ കുറുകെ ചാടിയതാണ് അപകട കാരണമെന്ന്. പരിക്കുപറ്റിയ സുഹൃത്തിനെ 50 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നു. യുവാക്കൾ മദ്യപിച്ചാണ് എത്തിയത് എന്നതിനെ കാണിക്കുന്ന പരിശോധനാ ഫലവും പുറത്തുവന്നു. CCTV ദൃശ്യങ്ങളും ഇത്തരത്തിലുള്ള പരിശോധനാ ഫലങ്ങളുമാണ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം വിഷയത്തിൽ നടന്നുവരികയാണ്. മദ്യപിച്ച് ബൈക്ക് ഓടിച്ച് വരുന്ന ആൾക്കാർ പോലീസ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ കൈ കാണിച്ച് നിർത്താൻ പറയുമ്പോൾ നിർത്താതെ പോയി. അങ്ങനെ ഒരു പോലീസുകാരെ ഇടിച്ചിട്ട് പോലീസുകാർ ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മളൊരു കേസ് എടുത്തു. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളെല്ലാം പരിശോധിക്കും. അവരുടെ എലിഗേഷൻസ് എന്താണ് അത് നോക്കിയിട്ട് പ്രോപ്പറായി എൻക്വയറി നടത്തും. സംഭവത്തിലെ യുവാക്കൾ ആലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയിന്മേലും അന്വേഷണമുണ്ടാകും. കൂടാതെ പോലീസ് ഉദ്യോഗസ്ഥർക്കും എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്നും ആൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.